രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒപ്പമെത്തിയാണ് പത്രിക നൽകിയത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ടായിരുന്നു. രാഹുൽ അമേഠിയിൽ നിന്ന് ഭയന്നോടിയെന്ന് നരേന്ദ്രമോദി പരിഹസിച്ചു. मैंने पहले ही बता दिया था कि शाहजादे वायनाड में हारने वाले हैं और हार के डर से जैसे ही वायनाड में मतदान समाप्त होगा वो दूसरी सीट खोजने लग जाएंगे। दूसरी सीट पर भी उनके सारे चेले चपाटे कह रहे थे अमेठी आएंगे, लेकिन अमेठी से भी इतने डर गए वहां से भागकर अब रायबरेली में खोज रहे हैं रास्ता। ये लोग गुम कर सबको कहते हैं डरो मत। मैं भी आज उन्हें कहता हूं और बड़े जी भर के कहता हूं, अरे डरो मत, भागो मत। രണ്ടിടത്തും ജയിച്ചാൽ ഏത് മണ്ഡലം നിലനിർത്തുമെന്ന് ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. ആ തീരുമാനം ഞങ്ങളുടെ പാർട്ടിയുടെ ലീഡർഷിപ്പ് നേരത്തെ ചർച്ച ചെയ്തതാണ്. അമേഠി റായ്ബറേലി സീറ്റുകൾ, ആ സീറ്റുകളുടെ തീരുമാനമെടുക്കാൻ കോൺഗ്രസ് അധ്യക്ഷനെ ചുമതലപ്പെടുത്തിയിരുന്നു. കോൺഗ്രസ് പാർട്ടി സീനിയർ നേതാക്കന്മാർ ആലോചിച്ച് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കണമെന്ന് തീരുമാനിക്കുകയായിരുന്നു. അത് അദ്ദേഹം അനുസരിച്ചു. പാർട്ടി പറഞ്ഞ കാര്യം അദ്ദേഹം അനുസരിക്കും. കേരളത്തിൽ ചോദ്യം ഉയർന്നാലൊന്നും പ്രശ്നവും ഞങ്ങൾക്കില്ല. അങ്ങനെ ഒരു ചോദ്യത്തിനൊന്നും ഇത് രാജ്യം പിടിക്കാൻ വേണ്ടിയുള്ള ഇലക്ഷനാണ്. അതിൻ്റെ വേവലാതി എല്ലാവർക്കും ഉണ്ടാവും. ഞങ്ങൾ യു പിയിലടക്കം കോൺഗ്രസ് പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ വരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ പോരാട്ടത്തിലാണ്. ഞങ്ങൾക്ക് രണ്ടും വയനാടും അമേഠിയും റായ്ബറേലിയും ഒക്കെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ്. അതിലൊക്കെ യുക്തമായ തീരുമാനം യഥാസമയത്ത് പാർട്ടി എടുക്കും. ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, അവസാന നിമിഷമുള്ള പ്രഖ്യാപനം, അതിനുശേഷം നാമനിർദ്ദേശ പത്രികാ സമർപ്പണം, എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഈ മണ്ഡലത്തിൽ? പ്രവിത, ഈ ഉത്തർപ്രദേശിലെ റായ്ബറേലി അമേഠി സീറ്റുകളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോൺഗ്രസ് അവസാന നിമിഷം വരെ വലിച്ചു നീട്ടുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഈ സീറ്റുകളിൽ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും മത്സരിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടം മുതൽ ഉത്തർപ്രദേശിലെ കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നതാണ്, സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെടുന്നതാണ്. കാരണം അത് സംസ്ഥാനത്തൊട്ടാകെ സംഘടനയ്ക്ക് ഗുണം ചെയ്യും എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ അജയ് റായ് അടക്കമുള്ള നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചത്. എന്നാൽ ഈ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. താൻ കൂടി മത്സരിക്കുകയാണെങ്കിൽ അത് കുടുംബ രാഷ്ട്രീയം എന്ന BJPയുടെ ആരോപണത്തിന് ശരിവെക്കുന്നതാകും എന്നാണ് പ്രിയങ്ക ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെ സ്വയം പ്രചരണ രംഗത്ത് മാത്രം നിലനിൽക്കാനാണ് പ്രിയങ്ക ഗാന്ധി തീരുമാനിച്ചത്. പ്രധാനമന്ത്രി ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി നൽകുന്ന ചുമതല താൻ ഏറ്റെടുക്കാം എന്നാണ് പ്രിയങ്ക ഹൈക്കമാൻഡിനെ അറിയിച്ചത്. തുടർന്ന് രാഹുൽ അമേഠിയിൽ വേണോ റായ്ബറേലിയിൽ വേണോ എന്ന സംശയം നിലനിന്നു. ആ ഘട്ടത്തിലും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ആശയക്കുഴപ്പമുണ്ടായത് കേരളത്തിലെ വയനാട് മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ തനിക്ക് ഒപ്പം നിന്ന മണ്ഡലമാണ് വയനാട്. ഒപ്പം തന്നെ മറ്റൊരു മണ്ഡലത്തിൽ അമേഠിയിലോ റായ്ബറേലിയിലോ മത്സരിച്ച് രണ്ട് മണ്ഡലങ്ങളിലും വിജയിച്ചു കഴിഞ്ഞാൽ ഏത് മണ്ഡലം തിരഞ്ഞെടുക്കുമെന്നതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പമുണ്ടായി. കേരളത്തിലെ ചില പ്രവർത്തകർ രാഹുൽ വയനാട് ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് കോൺഗ്രസിന് തിരിച്ചടിയുണ്ടാക്കുമെന്ന ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. ഇതും രാഹുൽ പരിഗണിച്ചത് ആശയക്കുഴപ്പത്തിന് വഴിവെച്ചു. എന്നാൽ റായ്ബറേലി തെരഞ്ഞെടുക്കുകയാണെങ്കിൽ വൈകാരികമായി കോൺഗ്രസിന് ബന്ധമുള്ള മണ്ഡലമാണ്. ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി എന്നിവർ മത്സരിച്ച മണ്ഡലമാണ് എന്ന കാരണമുണ്ട്. അത് പ്രവർത്തകർക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ റായ്ബറേലി തെരഞ്ഞെടുക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുകയായിരുന്നു. അത് രാഹുൽ ഗാന്ധി അവസാന നിമിഷത്തിൽ അംഗീകരിച്ച ശേഷമാണ് ഈ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയത്. ഇതിന് പിന്നാലെ തന്നെ രാഹുൽ റായ്ബറേലിയിലേക്ക് തിരിച്ചു. അമേഠി മണ്ഡലത്തിലാകട്ടെ നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തൻ 1983 മുതൽ നെഹ്റു കുടുംബത്തിന് വേണ്ടി ഈ റായ്ബറേലി അമേഠി മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന നേതാവ് ആയ കിഷോർലാൽ ശർമ്മയെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അദ്ദേഹവും നാമനിർദ്ദേശ പത്രിക ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ സമർപ്പിച്ചു. രാഹുൽ ഗാന്ധി 2 മണിയോടെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. വലിയ ജനാവലിയുടെ പിന്തുണയോടെയാണ് രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയത്. ഒപ്പം തന്നെ
മുതിർന്ന നേതാക്കൾ ACC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, റോബർട്ട് വദ്ര അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തോട് ഒപ്പം ഉണ്ടായിരുന്നു. ഇത് പാർട്ടിക്ക് വലിയ ആത്മവിശ്വാസം സംസ്ഥാനത്ത് നൽകുമെന്നും കടുത്ത മത്സരം തന്നെ ഈ BJP ഇതിനെ പരിഹസിക്കുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട് എങ്കിൽ പോലും BJPക്ക് കടുത്ത മത്സരമൊരുക്കാൻ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം വഴിവെക്കും എന്ന് തന്നെയാണ് കോൺഗ്രസ് കണക്കാക്കുന്നത്. പ്രവിത. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.